ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അഫോർഡബിൾ പ്രോഡക്ട്സ് കൊണ്ട് ഇങ്ങനെ ഒരു ദീപാവലി ലുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടോ. നമുക്ക് ഒരുപാട് ഡിലേ അടുപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഐലിറ്റ്സ് ഒന്ന് കൺസീൽ ചെയ്തെടുക്കാൻ പോവാണ്. ഈ മേബിലൈന്റെ കൺസീലർ യൂസ് ചെയ്ത് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേക്കപ്പ് റെവല്യൂഷന്റെ ഐ ഷാഡോ പാലറ്റില് ഒരു ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കാജൽ എടുത്തിട്ട് ദേ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ചെറിയൊരു ബ്രഷ് കൊണ്ട് ഞാൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ബ്ലാക്ക് കളറിലെ ഐ ഷാഡോ ഈ സെയിം ഐ ഷാഡോ പാലറ്റിൽ നിന്ന് എടുത്ത് ഈ കാജലിന്റെ എൻസിൽ ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. ദേ കാണിക്കുന്ന പോലെ അത് സ്മഡ്ജ് ചെയ്തതിന് ശേഷം ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ട് ഐസിന്റെ ബാക്കി പോർഷൻ, അതായത് ആ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്ന് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ദാ ഈ ഒരു ബേൺഡ് ഓറഞ്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ് എടുത്ത് ഈ ഒരു ഹാർഷ് ലൈനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ദേ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് ഞാൻ ഐസിന്റെ താഴെ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഗ്ലിറ്റർ ഷെയ്ഡ് ഐസിന്റെ കോർണറിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഐസിന് നല്ലൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഐസിന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പെൻ ഐലൈനർ കൊണ്ട് ഞാൻ ദേ ഇങ്ങനെ ഒന്ന് ഐസ് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസ്കാര കൂടെ അപ്ലൈ ചെയ്യാം. ലോവർ ലാഷിൽ കൂടെ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. ആൻഡ് കാജൽ ഞാൻ ഐസിന്റെ ഈ ഹാഫ് പോർഷൻ വരെ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഐസ് കുറച്ച് ബിഗർ ആയിട്ട് തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഫേസ് പ്രിപ്പ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു മോയ്സ്ചറൈസർ കൊണ്ട് ഫേസ് നന്നായിട്ട് പ്രിപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ ദേ ഈ ഫേസസിന്റെ പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഗ്ലോയിങ് തരും, പിന്നെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പും ചെയ്യും. അണ്ടർ ഐസിൽ എനിക്ക് പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ മാഴ്സിന്റെ ഫൗണ്ടേഷൻ ഡോട്ട് ഡോട്ട് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഫൗണ്ടേഷൻ ഞാൻ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ കൺസീലറും ബ്ലെൻഡ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ മാത്രം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു കവറേജ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതെന്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ബ്ലഷ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ട് ഈ ബ്രഷ് കൊണ്ട് തന്നെ ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കൈ ഫുള്ള് ബ്ലഷ് ആവും. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് ഷുഗറിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ മേളിൽ ഈ ഒരു ലിപ് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ലിപ് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസസിന്റെ ഒരു സെറ്റിംഗ് സ്പ്രേ കൂടെ ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സോ അപ്പൊ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്തായാലും നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്ത് പറയണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.